ജോസേ, ഞാൻ നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചു വരാട്ടാ. അണീപിന്നെ ചായക്കടല്ലേ, ഒന്ന് നിർത്തിക്കൂടെ തമ്മിയണ്ണ? നിർത്തണോടാ, അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ആര്? എന്റെ കരള് അല്ലാതെ ഓ, ഏതായി അനിയൻ ഭാവി ചേട്ടൻ ഭാവി? ആരാ ആ ഗിരി ഇവിടെ ഇല്ലേ? ഇല്ല. അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കട അടച്ചിട്ടിരിക്കുക. എവിടെയാ അവൻ? ഇനി പൈസ എന്താ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ. ഉവ്വ, ആള് പൈസ തരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിനൊന്നൊരു കുറവുമില്ല. പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അതവനോട് പറഞ്ഞേക്ക്. വാടോ. പറഞ്ഞ കട തേങ്ങ അവൻ അങ്ങനെ വിട്ടാ പറ്റൂല. തേങ്ങ പൊരിക്കണ ചെകുത്താനും മുഖം. ജോസേ, ക്ലീറ്റസിനെ പോലെ തന്നെ ഗിരി. ആൾക്കാരൊക്കെ അതേ അന്വേഷിച്ച് വന്നു തുടങ്ങി. അയാൾ കാര്യം എന്താന്ന് പറയുന്നില്ല. അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഉണ്ടാവൂട്ടോ. ഓ, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലാണ്. എന്താടാ ഒരു ആവശ്യമില്ല അത് വിലക്കണത് ഒടുക്കത്ത് കുടി കുടിച്ചിട്ട് ബ്രഷ് കണ്ണുകുത്തി കരക്കണ. എന്ത് പറയാ അടുത്ത് രാവിലെ കൂടി പൊല്ലേക്കാത്ത ആളല്ലേ? ആ അതാ ഞാൻ പറയണേ. നോക്കട്ടെ, നീ പോയി പണ്ടാറൻ ചെയ്യും. ആ പുട്ടിമ്പിള എടുത്ത് നാക്കും മടിക്കും. അപ്പൊ എല്ലാം പണികൾ കൈകൊണ്ട് വല്ലിച്ച പോലെ. അപ്പൊ വിരല് കുത്തി കയറിയാലോ? അവിടെ തമ്മിണ്ണടിച്ചിട്ട് ബാക്കിയാ നിനക്ക് വേണ്ടല്ലോ. എനിക്ക് വേണം, പറഞ്ഞു ഒഴുകി. അപ്പൊ എല്ലേക്കും പോയാലും കിട്ടിയതാ. അത് ഫുള്ളെടുത്ത് മിണിങ്ങാനെ. നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയല്ലേ? എടാ, ഞാൻ ഫോൺ കട്ട് ചെയ്തതല്ല. മിണ്ടരുത്. എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം, അല്ലെങ്കിൽ നാറും. ശ്രീകാന്ത്, നാളെ എനിക്ക് പറ്റില്ല. ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തരാം. എടാ, നീ എവിടെ നേരത്തിന് ഉണ്ടാക്കാനാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ശ്രീകാന്ത്, ഞാൻ കുറച്ച് അവധിയാണ് ചോദിക്കുന്നത്, പ്ലീസ്. എടാ, നീ ഇനി ഒരു അവധിയും ചോദിക്കണ്ട, അത് കിട്ടാനും പോകുന്നില്ല. പിന്നെ നിന്റെ പെണ്ണിന്റെ ചെക്കൻ കയ്യിലുണ്ട്, അവളെ ഞാൻ കടത്തി പൊറപ്പിക്കില്ല. നോക്കിയോ? എന്റെ ഭാര്യനെ വെറുതെ ഇതില് വലിച്ചിറക്കാൻ നിൽക്കരുത് കേട്ടോ. കാശ് വച്ചിട്ട് സംസാരിക്കണ തെണ്ടി. സ്വാമിയെ ശരണമയ്യപ്പോ രക്ഷിക്കണേ. മടുത്ത്. എടോ, നാളെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ക്ലിയർ സെറ്റാ. പെങ്ങളുടെ കല്യാണത്തിന് കുറച്ച് സ്വർണ്ണ വീട്ടിലേക്കുണ്ട്. അത്ര അർജന്റാണെങ്കിൽ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം. വേണ്ട ജോസ്മാനെ, അതൊന്നും വേണ്ട. തിരിച്ചേട്ടാ, അവൾ കല്യാണം ഉറച്ചിട്ടില്ലല്ലോ. ജോസേ, നീ രാവിലെ തമ്മിനെയും കൂട്ടി പോയിട്ട് എടുത്തിട്ട് വാ. ചൊല്ലു. ക്ലീറ്റസേ, നാളെ രാവിലെ പോയി ശ്രീകുമാർ സാറിനെ ഒന്ന് കണ്ടാലോ? താനൊന്ന് നിന്ന് തന്നാൽ മതി. പുള്ളി എന്താ പറയണമെന്ന് നോക്കാമല്ലോ. കുടിക്കൂ. എനിക്ക് ഒരാളെ കൊല്ലണം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കൊല്ലണം. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും. ക്ലീറ്റസ്, ഇനി മേലെ തന്നെ വിളിക്കരുത്. ക്ലീറ്റസ്, ഒന്നും കൂടെ ആലോചിച്ചൂടെ? വെയിറ്റ്. നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും, എൻ്റെ പ്രശ്നങ്ങളും തീരും. തമ്പിയണ, നമുക്ക് അനിച്ചേന്റെ കട കയറിയിട്ട് പോവാം. അല്ലെങ്കിലേ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും. അല്ലെങ്കിൽ കയറിയിട്ട് പോവാ. ആ പോവാം. മക്കള് രണ്ടും വണ്ടി നിറയിക്ക്. എന്തിന്? എടാ, അത് ഗിരിയുടെ വണ്ടിയല്ലേ, ഇത് ഞാൻ കൊണ്ടുപോവാ. ഇറങ്ങിറങ്ങ്. നിങ്ങക്ക് തരാനുള്ള കാശ് ബാഗിലുണ്ടെന്ന്. അത് ഗിരിച്ചേട്ടൻ തരും. ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. അവൻ ഒരുപാട് പേരുടെ കാശ് മേടിച്ചിട്ടുണ്ട്. ഈ കാശെങ്ങാനും അവന്റെ കിട്ടിയാലുണ്ടല്ലോ, അത് പല വഴിക്കും പോകും. പിന്നെ ഞാനേ, അത് ഞങ്ങൾക്കറിയാൻ പാടില്ല. എനിക്കറിയാം. ഹംസു വണ്ടി എടുത്തോ. തിരിച്ചേട്ടൻ
ദൈവം എന്നൊരു മനുഷ്യന്റെ നോക്കിക്കോ. നീ വണ്ടി ഇടറാ. തമ്മിയുടെ പോലെ പറ്റില്ല. ബാലൻസ് വേടാ. എടാ വണ്ടി വന്ന് പറ. തമ്മിടെ എനിക്ക് തമ്മിടാ. എടാ താനെന്താടോ ഈ കാണിച്ചു? എന്ത് കണ്ടില്ലേ? പന്നിനെ ചവിട്ടി ക്ലീൻസടാ. നീ നിന്നോട് അവനത്തല്ലേ? ക്ലീൻസടാ വാ, നമുക്ക് ഞാൻ അവരിക്കാം. വേണ്ടല്ലേ? എടാ ഞാനും ശ്രീകാന്തും തമ്മിലുള്ള പ്രശ്നമല്ലേ? അടി കൊള്ളാലല്ലേ? സൂപ്പർ. തരാനുള്ള കാശ് വെച്ചപ്പോ അതിനെ തല്ലി തോൽപ്പിക്കുന്നോടാ. നിന്റെ കാശ് തരും, നീ ഇപ്പൊ പോ. എവിടെ പോവാൻ? എടാ നിന്നെ നന്നാക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ ഫിനാൻസ് ചെയ്യുന്നത്. ആരാണെങ്കിൽ നീ ഇപ്പൊ കാശാ. ഇനി നിനക്ക് തരാനുള്ള കാശ് ഇപ്പൊ തരും. അപ്പൊ എന്റെ കാശോ? എന്ത് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളുടെ പൈസ നമ്മൾ തിരികെ തരും. നല്ല കടന്നല്ലേ? ഉണ്ട്. ഇപ്പൊ ആള് കൂടിയിട്ടുണ്ട്. നിങ്ങൾ നലം പൊപ്പിക്കാണ്ട് തിരികെ പോ പ്ലീസ്. ആള് കൂടട്ടാ, കൂടട്ടെ. ഇപ്പൊ എവിടെ നിന്ന് വന്നത് നിനക്ക് ഈ മാനവും ഒക്കെ? എന്താടാ നിനക്ക് നാ ഇറങ്ങിപ്പോയോ? കാശ് എവിടാ? ശ്രീകാന്താ 2 ലക്ഷം രൂപയുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. നീയെ കൂടെ കുറെ ഉണ്ടാക്കിയതല്ലേ. ഇനി മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് പോയാൽ മതി. ആടിയാങ്കി ആടി. ഇനി നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങൾ എന്നെ ചൊള പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്ത് കിടക്കുക. എടാ മറ്റുള്ളവരുടെ കാശിലല്ല ഞങ്ങൾ ചെയ്യേണ്ടത്, മനസ്സിലായ? എനിക്ക് ഇവന്മാരെ കാശ് തരാനുണ്ടെന്ന്. അതെ ശ്രീകാന്തേ, മാറിപ്പോടാ. അതെ, നിങ്ങൾ ചെയ്ത വളരെ നന്നായി കേട്ടോ. ഇവന്മാരെ ഒന്നും ഇങ്ങനെ വിടാൻ പറ്റൂല. ക്ലീറ്റസ്, ആ സാറേ, അവരുടെ പണം എത്രയാണെന്ന് ചിലത് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. ദാ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും. 10 ലക്ഷം രൂപയുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഇതാണ് മനീഷ്. ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എവരിബഡി. സൺഡേ സോങ്ങത്തോണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ മനി. അലോങ് സൈഡ് ദിസ് മീ ആർ ജെ അജയ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനീഷ്. ദിസ് ഇസ് മാർക്കോണി FM 91.6. ജീവിതം പാട്ടിലാക്കൂ. ഇവനിപ്പോൾ എൻ്റെ മകളുമായിട്ടൊരു അഫയറില്ല. അവൾ MBBS പഠിക്കുന്നു. അവളെക്കാൾ 2 വയസ്സ് താഴെയായി ഇവൻ. രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി, പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത്. എനിക്കെൻ്റെ മകൾ. ഇന്നത്തെ കാലത്ത് 2 വയസ്സ് കൂടി പോയതിന്റെ പേരിൽ ഒരാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനൊരു കാരണം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല. പ്രശ്നങ്ങളുണ്ട് സാർ, പക്ഷേ ഈ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും. ഞങ്ങൾ ശരിക്ക് ഞങ്ങൾ ശ്രമിച്ചു നോക്കാം സാർ. നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? ഒരു 2 വീക്സ്. യെസ് സർ.
കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഡോ. ഡോ. അവിടെ വന്നേ. എന്താ എന്റെ ഉദ്ദേശം? ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു. ഇനി എനിക്ക് നാണം കെടാൻ വയ്യ. ഇതൊരു ശ്രമമാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം. അതിനെന്താ തെറ്റ്? സങ്കടം ടം ടം സർമ്മസങ്കടം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടുന്ന് ഹൈവേ പോവാൻ അന്ന് വോക്ക്വേയിൽ വെച്ച് കണ്ടതല്ലേ? പുലി ഹൈവേ പോകാനുള്ള വഴി അറിയാം? പുല്ലു തിന്നു. നേരെ പോയി ലെഫ്റ്റ് അല്ല റൈറ്റ്. ശരി, അപ്പൊ താങ്ക് യു. പുല്ലു തിന്ന പുലി. താങ്ക്സ് ചേട്ടാ, കാണാം. ടം 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 കടം ടം ടം സങ്കടം ടം ടം സർമ്മസങ്കടം.